ലച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം സുഭദ്രയെ സഹായിച്ചുകൊണ്ട് കുറച്ചു നേരം അടുക്കള തന്നെ നിന്നു. എല്ലാം കഴിഞ്ഞ ശേഷം മുകളിലേക്ക് നടന്നു. അടഞ്ഞു കിടക്കുന്ന റൂമിന്റെ വാതിലക്കിലേക്ക് നോക്കിക്കൊണ്ട് ലച്ചു കുഞ്ഞിയുടെ റൂമിലേക്ക് കയറി. അവൾ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ റൂമിൽ നിന്നിറങ്ങി അവൾ റൂമിലേക്ക് കയറി. റൂമിലേക്ക് കയറിയതും ലച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു. മെഴുകുതിരി കൊണ്ട് നിറയെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ വെളിച്ചം കൊണ്ട് റൂം നിറഞ്ഞിട്ടുമുണ്ട്. ചുവന്ന നിറത്തിലുള്ള ലവ് ബലൂൺ പാറി പറന്നിട്ട് നടക്കുന്നുണ്ട്. ലച്ചു വിടർന്ന കണ്ണുകളോടെ റൂമിലേക്ക് കയറി. എങ്ങനെയുണ്ട്? പിന്നിൽ നിന്നും ലച്ചുവിനെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് റയാൻ ചോദിക്കുമ്പോൾ ലച്ചുവിന്റെ ചുണ്ടുകൾ വിടർന്നു. നന്നായിട്ടുണ്ട്. ഇതായിരുന്നില്ലേ നേരത്തെ ചെയ്ത് തീർക്കാനുള്ള വർക്ക്? അവന്റെ കയ്യിൽ നിന്നുകൊണ്ട് തന്നെ ലച്ചു അവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഇത് ചെറിയ വർക്ക്, ഇത് കഴിഞ്ഞിട്ട് വലിയൊരു വർക്കുണ്ട്, അത് ഒന്നുകൂടെ നന്നാവും. ലച്ചുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി അവൻ പറയുമ്പോൾ ലച്ചുവിന്റെ ഈമകൾ വെട്ടിത്തിളങ്ങി. പേടിയുണ്ടോ? റയാൻ ചോദിക്കുന്നതിനൊപ്പം അവളുടെ കെട്ടിയിട്ട മുടി അഴിച്ചിട്ടു. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്ന് കുളിക്കണം. റയാൻഷിന്റെ മുഖം താഴ്ന്നു വരുന്ന കടതം ലച്ചു വേഗം അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. റയാൻഷ് തല കുലുക്കി. ലച്ചു ടവൽ എടുക്കുമ്പോൾ അവൻ ഷെൽഫിൽ നിന്നും ഒരു കവർ പുറത്തേക്കെടുത്ത് അത് അവളുടെ കയ്യിൽ കൊടുത്തു. കുളി കഴിഞ്ഞിട്ട് ഇതെടുത്ത് ബാൽക്കണിയിലേക്ക് വാ, ഞാൻ അവിടെ കാണും. റയാൻഷ് അതും പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയതും ലച്ചു കയ്യിലുള്ള കവർ തുറന്നു നോക്കി. വെള്ള നിറത്തിലുള്ള സാരിയായിരുന്നു അതിലുണ്ടായിരുന്നത്. കുളി കഴിഞ്ഞിറങ്ങി നന്നായി ഒരുങ്ങി ബാൽക്കണിയിലേക്ക് ചെന്നു. പുറത്തേക്ക് കാണത്തക്ക തരത്തിൽ ഒരു കറുപ്പ് തുണി കൊണ്ട് അവിടെ മൊത്തം മൂടിയിട്ടുണ്ട്. അവിടെയും മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ലച്ചു ചുറ്റും നോക്കി നിൽക്കുന്ന സമയത്ത് റയാൻഷ് അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു. വെള്ള നിറത്തിലുള്ള പാനും ഷർട്ടുമാണ് അവന്റെ വേഷം. അവന്റെ നോട്ടം ലച്ചുവിലാണ്. വെള്ള നിറത്തിൽ സാരി ഉടുത്തൊരു മാലാകം മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. സ്ലീവ്ലെസ് ബ്ലൗസാണ്. സാരി വിടർത്തിയിട്ടിട്ടുണ്ട്. കഴുത്തിറങ്ങി കിടക്കുന്ന ജാക്കറ്റിന്റെ മുകളിൽ അവള് താലിയെടുത്ത് കാണിക്കുന്നുണ്ട്. നെറ്റിയിലെ സിന്ദൂരവും കണ്ണിലെ കൺമഷിയുമൊക്കെ അവളുടെ സൗന്ദര്യം കൂട്ടി. സാരി ഉടുക്കാൻ പറഞ്ഞപ്പോഴേക്കും ആകെ മൊത്തം സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ. കാറ്റ് പോലെ അവളുടെ ചെവിയിൽ പറയുന്നതിനൊപ്പം അവളുടെ ഇടത്തെ കൈ തുടയിൽ പതിയെ തഴുകി തലോടി കൈ ഇഴച്ചുകൊണ്ടിരുന്നു. ലച്ചു ഒന്നും മിണ്ടാതെ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. സുന്ദരിയായിട്ടുണ്ട്. ആദ്യമായി നിന്റെ മുഖം ഞാൻ മനസ്സിൽ പതിപ്പിച്ചതിനേക്കാൾ സുന്ദരി. പറയുന്നതിനൊപ്പം അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. അതായിരുന്നു തുടക്കം. ആ തുടക്കം പിന്നെ കവളിലേക്ക് നീങ്ങി, നെറ്റിയിലേക്ക് നീങ്ങി. ചുണ്ടിൽ നിന്നും അവന്റെ ചുണ്ടുകളെ വേർപ്പെടുത്തതായി ശ്വാസം കിട്ടുമെന്ന് തോന്നിയപ്പോൾ ലച്ചു അവനെ നെഞ്ചിൽ പിടിച്ചു തള്ളി. റയാൻഷ് ഒരു കിതപ്പോടെ പിന്നിലേക്ക് നീങ്ങിപ്പോയി. ലച്ചുവിന്റെ കണ്ണുകൾ റയാൻഷിന്റെ ഷട്ടിൽ പതിഞ്ഞു കിടക്കുന്ന സിന്ദൂരത്തിന്റെ നിറത്തിലേക്ക് പോയി. ഷട്ടിലായി അവന്റെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് ലച്ചു പറഞ്ഞതും അവൻ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വലിച്ചു. രണ്ട് കൈകൾ കൊണ്ടും അവളെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവനിലേക്ക് അമർത്തി പിടിച്ചു. ഇനി എവിടേക്ക് ആവാൻ കിടക്കുന്നു? പറയിലും വീണ്ടും അവളെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടുകളെ മുട്ടിച്ചു കഴിഞ്ഞിരുന്നു. ലച്ചുവിന്റെ രണ്ട് കൈകളും അവന്റെ പുറത്തെ ശക്തിയിൽ അമർന്നു. ആദ്യം വെറും മേൽചുണ്ടിനെ മാത്രം നുണഞ്ഞു തുടങ്ങിയവൻ പിന്നെ കീഴ്ചുണ്ടിനെ നുണഞ്ഞു. ശേഷം രണ്ട് ചുണ്ടുകളെയും ഒരുമിച്ച് വായിലാക്കി നുണഞ്ഞു വലിച്ചു. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് പോലെ അവൻ വലിച്ചു നുണയുമ്പോൾ ലച്ചുവിന്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. ചുണ്ടുകളിൽ നിന്നുമുള്ള പിടി അയച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകൾ ലച്ചുവിന്റെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. അപ്പോഴും അവളുടെ രണ്ട് കൈകളും അവനെ വരിഞ്ഞു മുറുക്കിയിരുന്നു. റൂമിലേക്ക് പോവാം. അവന്റെ ഷട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മാറ്റി ലച്ചു പറഞ്ഞതും റയാൻഷ് അവളെ കയ്യിൽ കോരിയെടുത്തിരുന്നു. അവന്റെ കയ്യിലേക്ക് കിടന്നതും തോളിൽ കിടന്നിരുന്ന സാരി അഴിഞ്ഞ് നിലത്തേക്ക് വീണു. അവനാ അഴിച്ചത് അപ്പോഴാണ് അവന് പോലും ഓർമ്മ വന്നത്. ബെഡിലേക്ക് കിടന്നതിനൊപ്പം അവൾ നിന്നും സാരി പൂർണ്ണമായും അഴിഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. അപ്പം അവന്റെ ഷർട്ടും അഴിഞ്ഞ് നിലത്തേക്ക് വീണു. ബെഡിലേക്ക് മലർന്നു വീണ ലച്ചുവിന് മുകളിൽ റയാൻഷ് സ്ഥാനം പിടിച്ചു. അതിന് മുകളിൽ അവരെ മറച്ചുകൊണ്ടൊരു ബ്ലാങ്കറ്റ് സ്ഥാനവും പിടിച്ചു. റയാൻഷ് നൽകുന്ന സുഖമുള്ള അനുഭൂതിയിൽ ലച്ചുവിന്റെ കൈയും കാലും ബെഡ്ഷീറ്റിൽ ചുളിവുകൾ വീഴ്ത്തി. അവരുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞഴിഞ്ഞ് നിലത്തേക്ക് വീണുകൊണ്ടിരുന്നു. ഒരു വേദനയോടെ ലച്ചു തേങ്ങുകയും അവന്റെ നെഞ്ചിൽ പിടിച്ച പിന്നിലേക്ക് തള്ളാനും നോക്കി. എന്നാൽ ഒരിഞ്ചി പോലും അവളിൽ നിന്നും മാറാതെ അവൻ ആ ചുണ്ടുകളെ പുണർന്നുകൊണ്ട് ഒന്നുകൂടെ ശക്തിയിൽ അവളിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു. ഒരു ചെറിയ രക്തത്തുള്ളി സാക്ഷിയായി അവർ പരസ്പരം ശരീരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആ ബെഡിലേക്ക് തളർന്നു വീണു. ലച്ചുവിനെ രണ്ട് കൈകൾ കൊണ്ടും അടക്കി പിടിച്ചുകൊണ്ട് റയാൻഷ് അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. വേദനിപ്പിച്ചെങ്കിൽ സോറി. ആ സമയം പിന്നിലേക്ക് മാറാൻ തോന്നിയില്ല. അവന്റെ ചുടിൽ പതിഞ്ഞു കിടക്കുമ്പോൾ അവന്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ കുളിരി കോരിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിൽ പതിയൊന്നും മുത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. റയാൻഷ് അവളെ അവനോട് അടക്കി പിടിച്ചുകൊണ്ട് അവനും കണ്ണുകൾ അടച്ചു. അലാം അടിക്കുന്ന ശബ്ദം കേട്ടതും ലച്ചു കണ്ണുകൾ വലിച്ചു തുറന്നു. കൈ എത്തിച്ച് ഫോൺ ഓഫാക്കിയ ശേഷം അവൾ റയാൻഷിന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞു കിടന്നു.
അവനൊരു ചിരിയോടെ ലച്ചുവിനെ അവനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അപ്പോഴും ആ രണ്ട് ശരീരങ്ങളും തമ്മിൽ ഒരു മറയുമില്ലാതെ ഒട്ടിച്ചേർന്നാണ് ആ പൊതുപ്പിനുള്ളിൽ കിടന്നത്. ശ്രീ. കണ്ണുകൾ തുറക്കാതെ ലച്ചുവിൻ്റെ ചെവിയിൽ പതിയെ മുത്തിക്കൊണ്ട് റയാൻഷ് വിളിച്ചു. ലച്ചു അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് പതിയെ മോളി. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? വേദന എന്തെങ്കിലും? അവൻ്റെ ചോദ്യത്തിന് അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ലച്ചു ഇല്ലെന്ന് മോളി. ആ കിടപ്പിൽ നിന്ന് അനങ്ങാനോ അവനെ നോക്കാനോ എഴുന്നേൽക്കാനോ ഒന്നും തോന്നുന്നില്ല. ഇന്ന് ഓഫീസിൽ പോവണ്ട, നമുക്ക് രണ്ടുപേർക്കും ലീവാക്കാം. ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം. അവളുടെ പരന്നു കിടക്കുന്ന മുടിയിഴകളെ തഴുകി തലോടി റയാൻഷ് പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ അവനോട് ചേർന്ന് കിടന്നു. അവളുടെ മുടിയിൽ തലോടിയിരുന്ന കൈകൾ പിൻവലിച്ചുകൊണ്ട് റയാൻഷ് പുതപ്പിനുള്ളിലേക്ക് കൊണ്ടുപോയി ആ നഗ്നമായ ശരീരത്തെ അവൻ്റെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ അമർത്തി. ഇളം ചൂടുള്ള രണ്ട് ശരീരങ്ങളും അത്രമേൽ ശക്തിയിൽ പുണർന്നു. റയാൻഷ് ലച്ചുവിനെ ബെഡിലേക്ക് മലർത്തി കിടത്തി അവളുടെ മുകളിലേക്ക് ചാഞ്ഞു കിടന്നു. ലച്ചു കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളും അവളുടെ കണ്ണുകളിലായിരുന്നു. വലത്തേക്കവളിൽ ചെറുതായി ചുവന്ന് തൂടുത്ത് കിടക്കുന്നുണ്ട്. കീച്ചുണ്ട്, അതുപോലെ ഒരു ചുവന്ന നിറവുമായിട്ടുണ്ട്. ഇന്നലത്തേക്കാൾ ചുവന്ന നിറം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ചോദിക്കുമ്പോൾ അവളുടെ മൂക്കിൽ അവൻ്റെ ചുണ്ടുകൾ തട്ടിയിരുന്നു. പതിയെ കണ്ണുകളൊന്ന് ചിമ്മി തോർന്നുകൊണ്ട് ലച്ചു ഇല്ലെന്ന് തലയാട്ടി. റയാൻഷ് രണ്ടുപേരെയും മറച്ചുകൊണ്ട് പുതപ്പ് അവരുടെ മുഖം മൂടുന്ന തരത്തിൽ ആക്കപ്പെട്ടു. പിന്നെ ആ റൂമിൽ അവിടെ കിതപ്പും ചിരിയും നിശ്വാസവും മാത്രം നിറഞ്ഞു നിന്നു. ഹരി രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി വാതിൽ പൊട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് വല്യച്ഛൻ അവൻ്റെ അടുത്തേക്ക് വന്നത്. ഹരി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു. നീ ഇനി എന്നാ ഫ്രീ ആവാം? അദ്ദേഹം ചോദിച്ചതും ഹരി പൂരികൻ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി. ബീച്ചിയുടെ കുടുംബത്തിൽ ഒരു കുട്ടിയുണ്ട്. നിനക്ക് ഒഴിവുള്ള ദിവസം നോക്കി നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അവൻ്റെ മുഖത്തെ സംശയം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു. ഹരി ഒന്ന് ആലോചിച്ചു നിന്നു. ആദ്യം പോയി കാണണോ? അതൊന്നും വേണ്ട, ആദ്യം ജാതകം നോക്കാം. അത് നമ്മൾ ചേരുന്നുണ്ടെങ്കിൽ പോയി കാണാം. അല്ലാതെ ആദ്യം പോയി കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിട്ട് പിന്നെ ജാതകം ചേരില്ലെങ്കിൽ അതൊരു സമാധാനക്കേടാ. അതുകൊണ്ട് എല്ലാം ശരിയായതിനു ശേഷം വല്യച്ഛൻ എന്നെ അറിയിക്ക്, ഞാൻ വരാം. ഹരി പറയുമ്പോൾ ഇതിപ്പോൾ എവിടുത്തെ രീതിയാണെന്നപ്പോൾ അദ്ദേഹം അവനെ നോക്കി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഹരി കാറിലേക്ക് കയറി അവിടുന്ന് തിരിഞ്ഞു നടന്നു. അവൻ എന്താ പറഞ്ഞത്? ഞായറാഴ്ചയിലേക്ക് നീട്ടിയോ അതോ ഇന്ന് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞോ? അദ്ദേഹം വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നതും വല്യമ്മ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇങ്ങനെയാണെങ്കിൽ അവൻ അടുത്തൊന്നും ഒരു പെണ്ണ് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം പോയി കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാലല്ലേ ജാതകം വാങ്ങി നോക്കുക. അവൻ ആദ്യം ജാതകം നോക്കണമെന്ന്, അതിൽ പൊരുത്തമുണ്ടെങ്കിൽ പെണ്ണ് കാണാൻ വരാന്. അതെവിടുത്തെ രീതിയാണ്? ഹരിയുടെ അഭിപ്രായം അദ്ദേഹം ഒന്ന് ചോടിപ്പിച്ചിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയല്ലേ. അതിനിടയിൽ അവനോടൊരു വഴക്കിന് പോവണ്ടെന്ന് കരുതി ഒന്നും പറയാതിരുന്നതാണ്. അവൻ അങ്ങനെ പറഞ്ഞു. അതവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ജനറേഷനിലെ പയ്യനല്ലേ. പെണ്ണുകാരൻ്റെ ഒടുവിലൊന്നും അവന് താല്പര്യം കാണില്ല. എല്ലാം കൊണ്ടും ശരിയായി പോയി കാണാലോ എന്ന് കരുതി പറഞ്ഞതാവാം. അവൻ പറഞ്ഞു പോലെ നടക്കട്ടെ. ഞാൻ വിളിച്ച് ആ പെൺകുട്ടിയുടെ ജാതകം തരാൻ പറയാം. എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് തന്നെ നടക്കട്ടെ. അവർ പറയുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ തല കുലുക്ക മാത്രം ചെയ്തു. വേണ്ടെന്നൊന്നും അവൻ പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസം. റോഷ്നി വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ലച്ചും റയാൻഷും റെഡിയായി എങ്ങോട്ട് പോവാൻ ഇറങ്ങുകയാണ്. ഞങ്ങളിന്ന് പുറത്തു പോകുക. ബീച്ചിൽ പോയിട്ട് നേരെ വീട്ടിൽ പോകും. രാത്രി ഏട്ടൻ കൂടെ ഫുഡ് കഴിച്ചിട്ടേ വരൂ. അമ്മയോട് പറഞ്ഞിട്ട് വേഗം റെഡിയായി വായോ, നീ വരാൻ കാത്തുന്നതാ. ലച്ചു റോഷന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. റോഷനി കയ്യിലുള്ള ബാഗ് സെറ്റിയിലേക്ക് ഇട്ട ശേഷം സെറ്റിയിലേക്ക് കയറാം. നീ ഇരിക്കാൻ പോവാ, പോയി റെഡിയായി വാ. ലച്ചു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനില്ല ഏട്ടത്തി, എനിക്ക് വയ്യ, ഒരു സുഖയില്ല. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. റോഷനി അതും പറഞ്ഞിട്ട് സെറ്റിയിലേക്ക് ചാരിയിരുന്നു. ലച്ചു അവളുടെ അടുത്തേക്ക് വന്ന് നെറ്റിയിൽ തലോടി. എന്തു പറ്റി? തലവേദനിക്കുന്നുണ്ടോ? നീ ബസ്സിലാണോ വന്നത്? രണ്ട് ചോദ്യങ്ങൾക്കും കൂടെ റോഷനി ഒന്ന് മൂളി. ലച്ചു അവളുടെ അടുത്തേക്കിരുന്നു. കോഫി വേണോ? പണിയൊന്നും വേണ്ട, കുറച്ചു നേരം ഒന്ന് ഉറങ്ങി ശരിയാകും. നിങ്ങൾ പോയിട്ട് വായോ. അതും പറഞ്ഞിട്ട് സെറ്റിയിൽ കിടക്കുന്ന ബാഗ് കയ്യിലേക്ക് വാങ്ങിയവൾ മുകളിലേക്ക് നടന്നു. അപ്പോഴാണ് റയാൻഷ് ഇറങ്ങി വരുന്നത്. വേഗം പോയി റെഡി വാ. ഞാനില്ല ഏട്ടാ, എനിക്കൊരു തലവേദന. നിങ്ങൾ പോയിട്ട് വാ, എനിക്കൊന്ന് കിടക്കണം. റോഷ്നി പറയുമ്പോൾ കിച്ചുള്ള നെറ്റിയിൽ തലോടി. എന്താണ് തലവേദനയ്ക്ക് കാണാം? കോളേജാണോ? ഹൈ, അതൊന്നുമല്ല, കുറേ ദിവസത്തിന് ശേഷം പോവല്ലേ, അതിൻ്റെ ആവാം. ഞാനൊന്ന് കിടക്കട്ടെ, നിങ്ങൾ പോയിട്ട് വാ. അതും പറഞ്ഞിട്ട് അവൾ അവനെ മറികടന്നിട്ട് മുകളിലേക്ക് നടന്നു. റയാൻഷ് അവൾ പോകുന്നു നോക്കി നിന്നു. ബസ്സിലൊക്കെ അല്ലേ വരുന്നത്, അതാകും ഈ തലവേദന. ഒരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്താലോ കിച്ചുവേട്ടാ, എന്ന ഈ അലച്ചിൽ മാറിക്കിട്ടും. പിന്നിൽ നിന്ന് ലച്ചു പറഞ്ഞതും അവർ റോഷനിൽ നിന്നും കണ്ണുകൾ മാറ്റി ലച്ചുവിനെ ഒന്ന് നോക്കി മോളി. സുഭദ്രയോടും മുത്തശ്ശിയോടും പറഞ്ഞ ശേഷം അവർ പോയി. റൂമിലേക്ക് വന്ന റോഷനി ബാഗ് എങ്ങോട്ടോ വലിച്ചെറിഞ്ഞ ശേഷം ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു.
ഫോൺ ബെഡിൽ കിടക്കുന്ന ഫോൺ എടുത്ത് നോക്കി. കോളേജിലേക്ക് പോകുമ്പോൾ ഫോൺ കൊണ്ടുപോയിരുന്നില്ല. രാവിലെ അച്ഛൻ ഗുഡ് മോർണിംഗ് കുഞ്ഞിപ്പെണ്ണെ എന്ന മെസ്സേജിന് ശേഷം റീഡ് ചെയ്യാത്ത കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. എവിടെ ക്ലാസ്സിന് പോയെന്നൊക്കെ. അതൊക്കെ നോക്കിയ ശേഷം റിപ്ലൈ കൊടുക്കാതെ അവൾ ബെഡിലേക്ക് മുഖം അമർത്തി കിടന്നു. റയാൻഷും ലച്ചും നേരെ ബീച്ചിലേക്ക് പോയി. അസ്തമയം നോക്കി മണ്ണിൽ തരിയിലിരിക്കുമ്പോൾ രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു ഇളം ചിരിയുണ്ടായിരുന്നു. റയാൻഷ് മുഖം ചേരിച്ചുകൊണ്ട് ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. രാവിലെ ഇറങ്ങണമെന്ന് കരുതിയതാ, പക്ഷെ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ തോന്നണ്ടേ? റയാൻഷ് കുറുമ്പോടെ പറയുമ്പോൾ ലച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് അവന്റെ തോളിലേക്ക് മുഖം അമർത്തി. റയാൻഷ് ആ കൈ വിടുവിച്ചുകൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി. അവളൊരു ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. ഞാനെന്ന് ഏട്ടൻ്റെ കൂടെ നിൽക്കട്ടെ? കടലിലേക്ക് താഴ്ന്നു പോകുന്ന സൂര്യനെ നോക്കിയിരുന്ന റയാൻഷ് ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. അവളൊരു ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇന്നോ? ലച്ചുവിന്റെ കണ്ണിനടിയിൽ പരന്ന കൺമഷി വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് പതിയെ തുടച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത്. ലച്ചു ഒന്ന് മോളി. ഇന്ന് നിൽക്കണ്ട, എനിക്ക് സങ്കടമാകും. കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി നിൽക്കാം. റയാൻഷ് ലച്ചുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചുണ്ട് ചുളുക്കി പറയുമ്പോൾ ലച്ചു ഒന്ന് ചിരിച്ചു. കിച്ചുവേട്ടനും നിന്നോ? ഇന്നൊരു ദിവസം നിന്നിട്ട് നാളെ അവിടുന്ന് ഓഫീസിൽ പോവാം. വൈകിട്ട് നേരെ കിച്ചുവേട്ടൻ്റെ വീട്ടിൽ പോവാം. റയാൻഷൻ നെഞ്ചിൽ മുഖം അമർത്തി കണ്ണുകൾ മാത്രം ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അവളുടെ പറച്ചിൽ. ആ മുഖത്തേക്ക് നോക്കി പറ്റില്ലെന്ന് പറയാൻ അവനെ കൊണ്ടായില്ല. ഓക്കെ, എന്നാ ഇന്നൊരു ദിവസം നിന്നിട്ട് പോവാം. റയാൻഷ് സമ്മതിച്ചതുപോലെ പറഞ്ഞതും ലച്ചു ഒന്നും നോക്കാതെ അവന്റെ താടിയിൽ അമർത്തി അമർത്തി മൂത്തി. റയാൻഷ് ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു. അപ്പോഴാണ് എവിടെയാണ് ഇരിക്കുന്നതെന്ന ഒരു ബോധം ലച്ചുവിനുണ്ടായത്. അവൾ അവരിൽ നിന്നും മകന്ന് പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. ഒന്ന് രണ്ടു പേരേക്ക് അവരെ നോക്കുന്നത് കണ്ടതും ലച്ചു റയാൻഷിന്റെ കയ്യിലേക്ക് ചാരി. അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. രാത്രിയിലാണ് വീട്ടിലേക്ക് പോയത്. 3 പേർക്കുമുള്ള ഫുഡ് വാങ്ങിയ ശേഷമാണ് അവർ പോയത്. ഇന്ന് വീട്ടിലോട്ട് വരുന്ന കാര്യം അവർ രണ്ടുപേരും ഹരി വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവനൊരു സർപ്രൈസാണ്. ബാൽക്കണിയിൽ നിന്ന് ലാപ്പിൽ നോക്കിക്കൊണ്ടിരുന്ന ഹരി താഴെ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദവും വെളിച്ചവും കണ്ടു. അവൻ എത്തി നോക്കിയതും ലച്ചുവിന്റെ കാർ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു. കയ്യിലുള്ള ലാപ്പ് അടക്കി വെച്ചുകൊണ്ട് ശേഷം അവൻ വേഗത്തിൽ താഴേക്ക് നടന്നു. പോകുന്ന പോക്കിൽ ഷെൽഫിൽ നിന്നും ഒരു ടീഷർട്ട് എടുത്തിട്ട് ശേഷമാണ് നടന്നത്. സർപ്രൈസ്? വാതിൽ തുറന്നത് ലച്ചു ഹരിയുടെ അടുത്തേക്ക് ചാടി വീണുകൊണ്ട് പറഞ്ഞു. അവ 2 കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു. റയാൻഷ് കാറിൽ നിന്നും ഇറങ്ങി കവറുകൾ കയ്യിൽ പിടിച്ചുണ്ടാകത്തേക്ക് നടന്നു. പറയാതെ വന്നത് ശരിക്കും ഞാൻ സർപ്രൈസായി. അവരിന്ന് വരുമെന്ന് ഒരു ധാരണയും ഇല്ലാത്ത ഹരി അവരെ കണ്ടപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു. ലച്ചു അവരെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് ചിരിച്ചു. ഒരു സൗകര്യം തരണ്ടേ, കൊണ്ടുവരല്ലാതെ വേറെ വഴിയില്ലല്ലോ. റയാൻഷ് കയ്യിലുള്ള കവറുകൾ പിടിച്ചുകൊണ്ട് 2 പേരെയും നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അവന്റെ പിന്നാലെ ഹരി ലച്ചു നടന്നു. നീ കഴിച്ചോ? കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വാ, ഒരുമിച്ച് കഴിക്കാം, നല്ല വിശപ്പുണ്ട്. കൊണ്ടുവന്ന കവറുകൾ റയാൻഷ് നേരെ അടുക്കളയിലേക്ക് നടന്നപ്പോൾ ലച്ചുവും ഹരിയും അവന്റെ പിന്നാലെ നടന്നു. കൊണ്ടുവന്ന കവർ അഴിച്ച് ഓരോന്നും ഓരോ പാത്രത്തിലേക്കാക്കാൻ തുടങ്ങിയവനെ അതിനനുവദിക്കാതെ എല്ലാം ഹരിതന ചെയ്തു. മരുമകൻ വീട്ടിലേക്ക് വരുമ്പോൾ ഓരോ വീട്ടിലും ഭക്ഷണമൊക്കെ വെച്ച് കാത്തിരിക്കും സൽക്കരിക്കാൻ. നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. എല്ലാം അഴിച്ച് ടേബിൾ വെച്ച് കഴിക്കാനിരിക്കുന്ന നേരം ഹരി റയാൻഷിനെ നോക്കി വല്ലായ്മയോടെ പറഞ്ഞു. ഓ നേരവണം, ഗ്യാസ് കത്തിക്കാൻ പോലും അറിയാത്ത നിന്നെ കൊണ്ട് ഞങ്ങൾ കുക്കിംഗ് കൂടെ ചെയ്യിപ്പിക്കണം അല്ലേ? വയർ ചീത്തയാവൻ. റയാൻഷ് പറയുന്ന ഹരി നോക്കിയത് ലച്ചുവിനെയാണ്. ഒരു ചിരിയോടെ ഇരിക്കുന്നുണ്ട്. ഹരി 2 പേരെയും വന്ന് നോക്കിക്കൊണ്ട് മുഖം മാറ്റി. ഗ്യാസ് പോലും കത്തിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞത് അവന് പിടിച്ചില്ല. വീട്ടിൽ എപ്പോഴിറങ്ങിയതാ? രാവിലെ വിളിച്ചു ലീവാണ്, കറങ്ങാൻ പോവാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചില്ല. വീട്ടിൽ നിന്ന് വൈകിട്ട് ഇറങ്ങിയത്. കുഞ്ഞിയെ കാത്തിരുന്നതാ, പക്ഷെ അവൾ വന്നില്ല. ബീച്ചിൽ പോയി. അവിടുന്ന് നേരെ ഒരു സിനിമയ്ക്ക് പോയി, പിന്നെ നേരെ ഇങ്ങോട്ട്. ഹരിയുടെ ചോദ്യത്തിന് ലച്ചു ഉത്തരം പറയുമ്പോൾ ഹരിയുടെ ചിന്ത കുഞ്ഞെന്നതിൽ നിന്നു. നിങ്ങൾ ഭാര്യയും ഭർത്താവും കറങ്ങാൻ പോകുമ്പോഴെന്തിനാ അവളെന്ന് ആലോചിച്ചുണ്ടാവാം വരാതിരുന്നത്. അല്ലെങ്കിൽ അവൾക്ക് എന്താ വന്നാല്? കുഞ്ഞി വരാത്തതിനെക്കുറിച്ച് ഹരി സംസാരിച്ചത്. റയാൻഷ് കണ്ണുകൾ ഉയർത്തി ഹരി എന്ന് നോക്കി. അവൻ കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. അതൊന്നും ആവില്ല. ആളെന്നും വലിയ മൂടിലല്ല. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ആകെ ഒരു ക്ഷീണവും വൈരാഗ്യമൊക്കെയുണ്ട്. തലവേദനയാവുന്ന കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ നിർബന്ധിച്ചില്ല. ലച്ചു പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടാതെ ഇരുന്നു. അവന്റെ കഴുപ്പൊന്ന് കുറഞ്ഞു. രാവിലെ തൊട്ട് അയക്കുന്ന മെസ്സേജാണ്. ഈ നേരം വരെ ഒരു റിപ്ലൈ ഇല്ല. കണ്ടിട്ട് പോലും ഒരു റിപ്ലൈ ഇല്ല. തലവേദനയാണെങ്കിൽ അവൾക്കത് പറഞ്ഞൂടെ? അവൻ ചിന്തിച്ചത് അതാണ്. അതുകൊണ്ട് കഴിക്കലൊക്കെ ഇത്തിരി പതിയായി. റയാൻഷ് ഹരിയെ തന്നെ നോക്കിക്കൊണ്ടാണ് കഴിച്ചെഴുന്നേറ്റത്. എന്തുപറ്റി വയ്യേ? തലവേദന മാറിയില്ലേ? അയച്ച മെസ്സേജിന് റിപ്ലൈ തരാതെ ഇനി അങ്ങോട്ട് മെസ്സേജ് ഒന്നും അയക്കില്ലെന്ന് കരുതെങ്കിലും ഹരി വീണ്ടും അയച്ചു. ഹരി? റയാൻഷ് വിളിച്ചതും ഫോണിൽ നിന്നും കണ്ണുകൾ മാറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പം ഫോൺ ഓഫാക്കി സെറ്റിയിലേക്ക് വെച്ചു.
ലച്ചു അടുക്കളയിലാണ്. ഹരി നോക്കി റയാൻഷിൻ്റെ മുന്നിലുള്ള സെറ്റിയിലേക്ക് ഇറങ്ങും. ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനൊരു ബലമായിരുന്നു. മുന്നിൽ നിന്നെല്ലാം നോക്കി നടത്തിയിരുന്ന ഒരാൾ പെട്ടെന്നില്ലാതെ വന്നപ്പോൾ ചെറുതായി കാലിടറുന്നുണ്ടോ എന്നൊരു സംശയം. വല്ലാതെ ഒറ്റയ്ക്കായിരുന്നു തോന്നുന്ന പോലെ. എന്തിനും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ കണ്ണുകളോടെ തന്നെയാണ് ഹരി അത് പറഞ്ഞതും. റയാൻഷ് ഒന്നും വല്ലാതെയായി. അവൻ തല ചീരിച്ചുകൊണ്ട് അടുക്കള വാതിലിലേക്ക് നോക്കി. ഹരി, ഈ കണ്ണങ്ങാനം നിന്റെ പെങ്ങൾ കണ്ടുകൊണ്ട് വന്നാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. നിന്റെ പേരും പറഞ്ഞിട്ട് നീ വിഷമിക്കുന്നേക്കാൾ കൂടുതൽ അവൾ വിഷമിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അവളെ അത് എത്രത്തോളം ബാധിക്കുമെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവൾക്കത് സഹിക്കില്ല. റയാൻഷ് പറയുമ്പോൾ ഹരി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. നിന്നെ കൊണ്ട് പറ്റില്ല. കാലിടറുന്നുണ്ട്. അതൊക്കെ നിന്റെ തോന്നലാണ്. എല്ലാം ശരിയാകും. എന്തിനും ഏതിനും ഒരു വിളിക്കപ്പുറം ഞാനില്ലേ. എൻ്റെ കുടുംബം മൊത്തമില്ലേ. റയാൻഷ് പറയുമ്പോൾ ഹരി ചിരിച്ചു. അപ്പോഴേക്കും ജോലിയൊക്കെ കഴിഞ്ഞ് ലച്ചുവും അവിടെ അടുത്തേക്ക് വന്നിരുന്നു. കിച്ചുവേട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഈ ഇരിക്കുന്ന ശ്രീഹരിക്ക് പെണ്ണ് നോക്കുക. ചിരിയോടെ ഹരിയെ നോക്കി ലച്ചു പറയുമ്പോൾ റയാൻഷ് ഹരിയെ നോക്കി. അവിടെ ഒരു ചിരിയുണ്ട്. വല്യമ്മയുടെ കുടുംബത്തിലൊരു കുട്ടിയുണ്ട് അത്രേ. ജാതകം നോക്കിയിട്ട് പോയാൽ മതിയെന്ന് ഈ ഏട്ടൻ പറഞ്ഞതുകൊണ്ട് ഇന്ന് വൈകിട്ട് അവർക്ക് ജാതകം നോക്കാൻ പോയിരുന്നു. എന്തായെന്ന് അറിഞ്ഞില്ല, വിളിച്ചിട്ടുമില്ല. നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? ലച്ചു പറയുമ്പോൾ റയാൻഷ് ഒന്നും മിണ്ടാതെ ഹരിയെ മാത്രം നോക്കിക്കൊണ്ട് ആ ഇരിപ്പിരുന്നു.